നമസ്കാരം. സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ സന്തോഷം, നമ്മുടെ നവീൻജിയോടൊപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര മഹാരാഷ്ട്രയിലെ അമരാവതി എന്നുള്ള സ്ഥലത്താണ്. ഇവിടെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട നവീൻജിയുടെ ഒരു സുഹൃത്ത് ഇവിടെ ഒരു കോളുണ്ട്, ഒരു റൂമിനകത്ത് എന്തോ ഒരു അതിഥിയെ കണ്ടു നമ്മൾ വിളിക്കുകയുണ്ടായി. അപ്പോൾ 2 ക്യാച്ചർമാർ ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ പരിചയപ്പെടുത്തുന്നത് 2 സ്നേക് ക്യാച്ചേഴ്സിനെയാണ്. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. നാം क्या है भाई? पवन. अच्छा है. साहिल. സൂപ്പർ. अच्छा है. സാഹിൽ. സൂപ്പർ. അടിപൊളി. സൂപ്പർ. അപ്പോൾ നമ്മളെന്തായാലും ഒരുപാട് ക്രൗഡുണ്ട്. നമ്മൾ അമരാവതി എന്ന സ്ഥലത്ത് വന്നപ്പോൾ തന്നെ നമ്മൾ കൊച്ചുകുട്ടികളടക്കം എന്താ പറയുക മുതിർന്നവരടക്കം പ്രായമുള്ള ആൾക്കാരടക്കം ഒത്തിരി പേര് ഇവിടെ വെയിറ്റിങ്ങിലുണ്ട്. गाँव का नाम क्या है? മോദ്രി. ഒരുപാട് കൊച്ചു മക്കളൊക്കെ ഉള്ള സ്ഥലമാണ്, ഗ്രാമമാണ്. നീ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. സൂപ്പർ, അടിപൊളി. ഒരു രക്ഷയില്ല. എല്ലാം അടുത്തടുത്ത് വീട്. ഞാൻ ഒരു തിരുവനന്തപുരം മാത്രമാണ് അങ്ങനെ അല്ല. സൂപ്പർ, അടിപൊളി. അപ്പോൾ പോവാൻ നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ട സ്ഥലത്ത്. कितना दूर है भाई? बस इतना दूर है, ये वाला. कितना है? അടിപൊളി, ഒരു രക്ഷയില്ല. നമ്മുടെ എന്താ പറയുക അമരാവതിയിൽ നമ്മളൊരു കോളനിയായി വന്ന സമയത്ത് നമുക്ക് നോക്കാം, ഇവിടെ ഒത്തിരി നാട്ടുകാർ. ഇതൊരു ഗ്രാമമാണ്, ഗ്രാമമാണ്. ഒത്തിരി ആളുകളുണ്ട്. കുറച്ച് എല്ലാം കുട്ടികളാണ്, കൂടുതലും കൊച്ചു മക്കൾ, കൊച്ചു കുട്ടികളാണ് കൂടുതലായിട്ടുള്ളത്. എന്നാൽ അടിപൊളി, സൂപ്പർ. ये अमरावती का कितना स्नेक है चला भाई? कितना आदमी है? 2 आदमी. एक गांव में ടോട്ടൽ 500. അപ്പോൾ ഇവർ പറഞ്ഞത് ഈ ഏരിയയിൽ ഈ ലൊക്കേഷൻ ഇവർ 5 പേരാണുള്ളത്. 5 പേരാണ് പാമ്പിനെ സ്നേക് സേവർ കേച്ചേഴ്സ് ഉള്ളത്. അതിൽ 2 പേര് ഇപ്പോൾ ഓൾറെഡി നമ്മളെ കൂടെ ഉണ്ട്. ചലോ ആയേ. ഓക്കെ. അടിപൊളി, ഒരു രക്ഷയില്ല. നമ്മുടെ എന്താ പറയുക അമരാവതിയിലെ നമ്മുടെ ആൾക്കാരുടെ സ്വീകരണം സൂപ്പർ, അടിപൊളി. എല്ലാവരും നല്ല കൊച്ചുമക്കൾ, കുഞ്ഞു മക്കൾ, ചോട്ടാവാല ബടാവാല ഐസേ എന്താ പറയുക എല്ലാവരും സൂപ്പർ. कितने देर हो गया? देखकर आधा घंटा हो गया क्या? एक अंदर അരമണിക്കൂർ ആയി ഉള്ളിലുണ്ട്. അരമണിക്കൂർ. ഓക്കെ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് അരമണിക്കൂറായി ഇതിനകത്ത് കണ്ടിട്ടെന്ന്. അപ്പൊ നമുക്ക് എന്തായാലും അതിനെ എടുത്തിട്ട് പുറത്ത് കൊണ്ടുവന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം നമ്മുടെ അതിഥി ആരാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറയുന്നത് ഇതിനകത്താണ് എന്തോ ചുള്ളിയെടുക്കാന്ന്, ഇതിനകത്താണ് 1-2 വരെ കണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും പതുക്കെ ഈ വിറവൊക്കെ ഒന്ന് അങ്ങോട്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മുഴുവനും എന്താ പറയുക ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതായത് നമ്മുടെ ഈ സെൻറ്ററിങ്ങിൻ്റെ സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്തായാലും കുറേ ചോദിച്ചത് ബൈ ചോട്ടാ വല്ല ലക്കടി പക്കടോ ചോട്ടാ.
അവിടെ അതിൻ്റെ മേലോട്ട് പക്കട ऊपर ऊपर नवीन जी वांचो नवीन नवीन ओके पकड़ा है पकड़ा थोड़ा 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 नवीन അവിടെ നോക്കിക്കോളേ थोड़ा थोड़ा पकड़ा ഇവിടെയൊക്കെ ചെറിയ ഹോൾസുകൾ കാണുന്നുണ്ട്, എന്താണെന്നൊരു പിടിയില്ല. ഹോൾസ് കാണുന്നുണ്ട്. നവീൻ കുറച്ചങ്ങ് പുറകോട്ട് പോട്ടെ. गरम मसाला तो हाथ में पड़ देगा थोड़ा थोड़ा है. ओ पकड़ा है. ओके छोटा वाला छोटा लकड़ी पकड़ा छोटा छोटा ഞാൻ നോക്കുന്നവരല്ല, ഇവിടെ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ പിന്നെ നമുക്ക് പിന്നെ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോയാൽ പിന്നെ വളരെ കഷ്ടമാണ്. അങ്ങോട്ട് മുഴുവനും തടിയൊക്കെ അടിക്കുക വെച്ചു. അപ്പോൾ ഇതിനകത്തുണ്ട്, ഇവിടെ തന്നെ ഉണ്ടെന്ന് അവർ പറഞ്ഞുകൊണ്ട് നമ്മൾ മെനക്കെട്ട് നോക്കുന്നത്. നമുക്ക് നോക്കാം. ओके थोड़ा थोड़ा पूरा पकड़ो पूरा 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 അപ്പോൾ നമ്മളെന്തെല്ലാം ചുള്ളിയെല്ലാം മാറ്റി അതിനകത്ത് കാണുന്നില്ല. ഇനി അതിന് അടിയിലൊരു 2-3 ബോർഡർ ഇപ്പം അതുകൂടെ ഒരു ജനലിൻ്റെ പഴയ പതുക്കെ എടുത്ത് മാറ്റാം. അപ്പോൾ ബൈ ओ पकड़ा भाई पकड़ा. ओ पकड़ा इधर से नवीन इधर ठंडा. हाँ इल्ला कंडिल्ला. आए पकड़ा 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 ये इधर से सीधा बलिकाना ऐसे. हाँ धीरे से. पकड़ा पकड़ा चल भाई अदर से. हाँ ऐसे ही अदर से नवीन. हाँ ഇവിടെ വെക്കട്ടെ, കുക്കി വെക്കാം നമ്മളതിൻ്റെ പുറത്ത്. ऊपर रखो ऐसे ऐसे. हाँ എന്തായാലും നമ്മൾ ഏകദേശം അവർ പറഞ്ഞ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ നോക്കിയാണ്, പക്ഷെ അവിടെ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഏകദേശം 90% സാധനം നമ്മൾ മാറ്റി. ഇനി നമുക്ക് ഇനിയും 2-3 പാളിയുടെ മാറ്റാനുണ്ട്. ऊपर ऐसे. ആൾക്കാർ പുറത്ത് കുറെ കൂടിയാണ് സുരേഷ്. ഹലോ ഫുൾ ആൾക്കാരാ പുറത്ത്. ഓ രക്ഷയില്ല. ആ പീച്ചെ പീച്ചെ പീച്ചെ. എന്തായാലും ഇവിടെയും കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ഓ ഇതാ ഇങ്ങോട്ട് പോയി അല്ലേ? അയ്യോ എന്താ അതിൻ്റെ അടിയിലോട്ട് പോയി. എന്താ സാധനം ഇല്ലേ? പതുക്കെ പതുക്കെ ഓക്കെ ഓക്കെ. അതിൻ്റെ അടിയിലോട്ട് എന്തോ സാധനം പോയി. എന്തോ ചെറിയ അലുപോലെ കണ്ടു. പോട്ടെ അവിടെ പോയി. ओ भाई ओ
കിട്ടിയാ एक है में हो बस 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 पीछे ഓ കുറേ ഉണ്ട് സാർ नवीन जी ആ देखा 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 ഇവിടെ ഒന്നുണ്ട് भाई ഇവിടെ ഉണ്ട് ഇവിടെ ഇങ്ങോട്ടുണ്ടോ? ഉണ്ട് ആ ഇവിടെ ഒന്നുണ്ട് देख देख ആ പക്കടോ 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 देख ലേലോ ലേലോ കൂട്ടാലോ देखा वो छोटा वाला है वो बड़ा वाला है नहीं यहाँ पे हैं? पीछे चट्टी रेडी यहाँ पे हाँ भाई आओ सुपर सुपर हाँ भाई 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 ഓ സൂപ്പർ എന്തായാലും നമ്മൾ നവീൻ ജി ഓ പക്കടോ പീച്ചെ 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 ഓ ദാ ഓയ് ഇവിടെ വായി ദാ പീച്ചെ 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 ഓ അടിപൊളി അടിപൊളി സൂപ്പർ ഒരു രക്ഷയില്ല മൂന്നിനെ കിട്ടി സൂപ്പർ അച്ചായേ സൂപ്പർ 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 അടിപൊളി അടിപൊളി സൂപ്പർ 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 ഇത് ട്രിങ്കറ്റ് कॉमन ट्रिंकेट दा वो बड़ा वाला है ये छोटा ओ तीन അടിപൊളി ഒരു രക്ഷയില്ല നോക്കിയോളൂ എല്ലാം സെയിം കോമൺ ട്രിങ്കറ്റ് അടിപൊളി സൂപ്പർ എന്തായാലും സൂപ്പർ നോക്കിയേ എൻ്റെ നമ്മുടെ നാട്ടിൽ കണ്ടുവന്ന അതേ ട്രിങ്കറ്റിന്റെ ആ ഒരു ഡിസൈൻ രണ്ട് സൈഡിൽ വരെ ഇവിടെ കറുപ്പ് പക്ഷേ ഈ വരെയുള്ളത് നമ്മളുടെ അപൂർവമാണ് നമുക്ക് വളരെ അപൂർവമാണ് ഈ തല ചെറിയ തല അതുപോലെ തലയിടുന്നിട്ട് മാർക്ക് ഇതെല്ലാം നമ്മുടെ വളരെ റെയർ ആണ് ഇവിടെ പക്ഷേ കോമൺ ആണ് ഇത് നോക്കിയോളൂ ഇത് നോക്കിയോളൂ ഇവിടെ നമുക്ക് ഇത് നമ്മളവിടെ വളരെ അപൂർവമാണ് ഇതുണ്ട് ഈ വര നോക്കി ബാക്കിയെല്ലാം സെയിം ഈ സൈഡിലെ ലൈന് മേളത്തെ ലൈന് ഇതെല്ലാം ചെയ്യും കേട്ടോ ഇവർ തമ്മിൽ ഇണചേരും പോലെ ചുറ്റി പിടിച്ചിരിക്കുക നോക്കിയോളൂ സൂപ്പർ അടിപൊളി കാട്ടുപാമ്പ് വെനമില്ലാത്ത ഒരിനം പാമ്പാണ് കാട്ടുപാമ്പ് വേലിപ്പാമ്പ് മോതിരവളയൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു ഇന്ത്യയെ കൂടാതെ ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലും ഈ പാമ്പുകളെ കാണപ്പെടുന്നു കാട്ടുപ്രദേശങ്ങളിൽ സാധാരണയായി കാണുന്നതിനാൽ ഇവ കാട്ടുപാമ്പെന്ന് അറിയപ്പെടുന്നു ഇവയുടെ ശരീരത്തിന് തവിട്ട് നിറമാണുള്ളത് ശരീരത്തിന് കുറുകയായി കറുപ്പും വെള്ളയും ഇടവിട്ടുള്ള വീതിയുള്ള വരകൾ കാണുന്നു അടിവശം വെളുത്ത നിറമാണ് വ്യത്യസ്തമായ തരത്തിലുള്ള കാട്ടുപാമ്പുകളെ അപൂർവമായി കണ്ടുവരുന്നു വെനമില്ലാത്ത ഇനമായതിനാൽ ഇവ ഇരകളെ വരിഞ്ഞു മുറുക്കിയാണ് കൊന്നു ഭക്ഷിക്കുന്നത് മുട്ടയിടുന്ന ഇനമായതിനാൽ ഇവയെ ഓവി വിവിപാരിറ്റി വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മഴ ആരംഭിക്കുന്നതിന് മുൻപായാണ് ഇവയുടെ മുട്ടകൾ വിരിയുന്നത് മാർച്ച് മെയ് മാസങ്ങളിലായി മുട്ടകൾ ഇടുന്നു മുട്ട വിരിഞ്ഞ് കുഞ്ഞു പുറത്തു വരുവാൻ 2 മാസം ആവശ്യമാണ് കുറ്റിക്കാടുകൾ കൃഷിയിടങ്ങൾ കാട്ടുപ്രദേശങ്ങൾ എന്നിവ ഇവയുടെ സഹജമായ വാസമേഖലകളാണ് ഇത് രണ്ട് ചോട്ടാവല ഈ ഒരു ബെടാവല സൂപ്പറെ ഐസേ മോട്ട ഓ ഒരു രക്ഷയില്ല അപ്പൊ നമുക്കിവിടെ ഒരു രക്ഷയില്ല നമുക്ക് ഒരുപാട് ആ ക്രൗഡ് പുറത്തുണ്ട് അവരെ ഇത് കാണിക്കേണ്ടതുണ്ട് അവരെ കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇതൊരു വില്ലേജാണ് വില്ലേജാണ് അപ്പോൾ വില്ലേജിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇത് പക്ഷേ വെനമില്ല നോൺ വെനമസ് ആണ് കാട്ടുപാമ്പ് അല്ലേ ട്രിങ്കറ്റ് भाई हिंदी का नाम है हिंदी में क्या तस्कर बोलते हैं तस्कर कള്ളൻ മലയാളത്തിൽ തസ്കരൻ കള്ളൻ പോക്കറ്റ് അടിക്കാരൻ पिक पॉकेटर ഓ അടിപൊളി എന്റെ പേരെന്താണെന്നറിയാമോ തസ്കരൻ നമ്മളായിട്ട് കള്ളൻ എന്നാണ് പറഞ്ഞത് പിക് പോക്കറ്റർ അല്ലെങ്കിൽ അടിച്ചു മരുന്ന ആൾക്കാരെ തസ്കരൻ അപ്പൊ ഇത് വീട്ടിനകത്ത് പതുങ്ങി കയറി എലിയൊക്കെ പിടിക്കുന്നുണ്ട് ഇവർ തസ്കരനെ വിളിക്കുന്നത് അപ്പൊ നവീൻജി നമ്മളവിടെ പറയുന്ന പേര് നമ്മുടെ സാധാ നമ്മുടെ എന്താ ഹൗ ആഭരണത ഹൗ അല്ലെ സൂപ്പർ ചെറിയ തല നമ്മുടെ ചേരയെ പോലത്തെ ടൈമിനാണ് ഇദ്ദേഹത്തിൻ്റെ മാറ്റിംഗ് നടക്കുന്നത് നന്നായിട്ട് കടിക്കുന്നു പല്ലൊത്തിരി ഉണ്ട് ചേരയുടെ ഫാമിലിയാണ് വേറെ ഉപദ്രവിക്കുന്ന സാധനമില്ല അതിൽ കടിച്ചെന്നിരിക്കാം കടിച്ചാലും വെനമില്ല അപകടമില്ല നോൺ വെനമസ് ആണ് പേടിക്കേണ്ടതില്ല നോക്കുക ചെറിയ കണ്ണ് ഈ മാർക്കുകൾ ഇതിൻ്റെയും തമ്മിൽ മാർക്കെല്ലാം രണ്ടും സെയിം ആണ് പക്ഷേ വളരും തോറും അതിന് വ്യത്യാസമുണ്ട് ഇത് നോക്കൂ ഇദ്ദേഹത്തിൻ്റെ മാർക്കല്ല ഇദ്ദേഹത്തിൻ്റെ ഈ കാണുന്ന ആളിൻ്റെ മാർക്ക്
ചേരയുടെ ഫാമിലിയാണ്. ഞാൻ തരുന്ന ചേരയുടെ ടൈമിൽ തന്നെയാണ് മുട്ടയിടുന്നത്, നമ്മുടെ ചെറിയ മാളങ്ങളിൽ തന്നെയാണ്. അതിലുപരി എനിക്ക് വന്നത് എൻ്റെ അറിവിൽ എനിക്ക് 12 മുട്ടകൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. അത് കൂടുതൽ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് 12 കിട്ടിയിട്ടുള്ളൂ. നവീൻജിക്ക് എത്രത്തോളം കിട്ടിയിട്ടുണ്ട് കാട്ടുപാമ്പിൻ്റെ മുട്ട? ഇത് എനിക്ക് 8 കൗണ്ട് കിട്ടി. 8 കൗണ്ട്. എനിക്ക് 12 വരെ കിട്ടിയിട്ടുണ്ട്. ഒരു 1-2 പ്രാവശ്യം വിരിയുന്നത് സാറിന് 55-60 ദിവസം തന്നെയാണ്. മറ്റേ ചേരയുടെ അതേപോലെ തന്നെയാണ്. കടിക്കും കാട്ടാഹേ, പക്ഷേ നോ പ്രോബ്ലം. ഒരു പ്രശ്നമില്ല. ധൈര്യമായിട്ട് നിങ്ങൾ അതിനെ ധൈര്യമായിട്ടിരിക്കാം. ഹോസ്പിറ്റലിലൊന്നും പോകണമെന്നില്ല. ഇതിൻ്റെ കടിയേറ്റ് എന്താ പറയുക, ഡെറ്റോളോ സോപ്പ് വെച്ച് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി, വരെ പേടിക്കേണ്ട എന്നും പറഞ്ഞ് പാമ്പ് കടിയേറ്റല്ലോ ഡെറ്റോളോ സോപ്പ് വെച്ച് കഴുകിക്കളയെന്നല്ല, ഇതിൻ്റെ കടിയേറ്റാൽ ഡെറ്റോളോ സോപ്പ് വെച്ച് കഴുകിക്കളഞ്ഞത്. മാർക്കുകൾ നോക്കിയിട്ട് ഈ ഡിസൈൻ ഈ ഡിസൈൻ വാലിൻ്റെ അടിയേറ്റം നോക്ക്. വാലിൻ്റെ അടിയേറ്റം ലാസ്റ്റ് ടൈലിനോട് എല്ലാം ഒരുപോലെ, രണ്ടും ഒരുപോലെ. ഇത് കണ്ടോ, ഇത് മൂന്നിൻ്റെയും വാലിൻ്റെ അറ്റം ഒരുപോലെ ഉണ്ടോ. അപ്പോൾ കളറും ഏകദേശം പറഞ്ഞു വരുമ്പോൾ അടുത്ത കളറിലുണ്ട്. അടുത്ത ചെറിയ അപ്പോൾ ഇത് പ്രായം കൂടുന്നതനുസരിച്ച് കളറിന് വ്യത്യാസം. കുഞ്ഞിനാണെങ്കിൽ ചെറിയൊരു കളർ ഇളപ്പ കളർ ഉണ്ടാവും. മറ്റേതാണെങ്കിൽ വളർന്നു വരുമ്പോൾ കളർ ഡാർക്കായി മാറും. പടം പൊഴിക്കാറുമ്പോൾ ഇത്തിരി കൂടെ ഡാർക്ക്. ഇപ്പോൾ ഇതൊക്കെ പടം പൊഴിച്ചു, അതാണ് ഈ വെള്ള കളറിൽ കാണുന്നത്. ഇതിപ്പോൾ പടം പൊഴിക്കാറായി വരുന്നു, അതിന് ഇത്ര ഡാർക്ക് കളറിൽ കാണും. അമരാവതിയുടെ സ്വന്തം സ്നേക്ക് ക്യാച്ചേഴ്സ്, അവരോടൊപ്പം നമ്മൾ വന്നു. 3 കിട്ടി. സൂപ്പർ. 3 കാട്ടുപാമ്പ് അതിൽ 3. कितने साल से रस्सी कर रहे हो आप? 10 साल. 10 साल. आप 3 साल. ഇദ്ദേഹം 10 വർഷമായി മേലെ വന്നിട്ട് ഇദ്ദേഹം 3 വർഷമേ ആയിട്ടുള്ളൂ. കാട്ടായേ സാം കാട്ടായേ स्नेक बाइट हुआ है? रैट स्नेक वेनमस स्नेक काटा नहीं है. ओ अच्छे सुपर अच्छे काटा है काटा ओ अच्छे सुपर. അതിഥികളുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 8 പേരുടെയും നന്ദി. നമസ്തേ.